ഗായ്സ്, ഇതെൻ്റെ ഉണ്ണിയുടെ നൂലുകെട്ട് വീഡിയോസും അതിൻ്റെ ഫോട്ടോസാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണത്. എല്ലാവരും എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ജനിച്ചപ്പോൾ കണ്ടിരുന്ന ഫോട്ടോ ആണ്. പിന്നെ ഈ നൂലുകെട്ടിലുള്ള പല ഫോട്ടോസ് അന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് തന്നെ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഒരു പച്ച ഡ്രസ്സാണ് ഇട്ടിരുന്നത്. ഞങ്ങളെല്ലാവരും സെറ്റ് സാരി സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് എടുത്തിരുന്നത്. അന്ന് ഈ ഡ്രസ്സ് ഇട്ട ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഉണ്ണീനെ പിടിച്ച് ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ കുറേ ഡ്രസ്സ് നമുക്കത് മാറി മാറി ഇങ്ങനെ ഡ്രസ്സ് മാറ്റി ഫോട്ടോസ് എടുക്കാൻ അപ്പോൾ പറ്റി. അത് നല്ലൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആ ദിവസം പ്രത്യേകിച്ച് വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. 28-ന് നല്ല ഉറക്കത്തിലൊക്കെ ആയിരുന്നു. അത് കാരണം പല പോസ്റ്റിലുള്ള ഫോട്ടോസ് ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചു. ഈ അനിയൻ്റെ ഒപ്പം, അനിയത്തിയുടെ ഒപ്പം, മമ്മിയുടെ ഒപ്പം ഇഷ്ടം പോലെ ഫോട്ടോസ് അവളുടെ ഒപ്പം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി. അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയും നേരത്തെ തന്നെ വന്നിരുന്നു. അപ്പോൾ അവരുടെ ഒപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസ് ഉണ്ണീൻ്റെ ഒപ്പം ഈ നൂലുകെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പച്ച ഡ്രസ്സിൽ വെച്ചിട്ടാണ് ഫോട്ടോസ് എടുത്തിരുന്നത്. പിന്നെ ഞങ്ങൾ അതിന് ശേഷം ഞങ്ങൾ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അവിടുത്തെ മമ്മിയാണ് ഡ്രസ്സൊക്കെ മാറ്റി സെറ്റാക്കിയത്. ഇത് ഞാൻ അതിനേക്കാൾ മുമ്പ് അവർ വരുന്നേക്കാൾ മുമ്പ് എടുത്ത കുറച്ച് ചെറിയ ഫോട്ടോസും വീഡിയോസ് മാത്രമാണ്. ഇതാണ് അവിടുത്തെ പപ്പയും മമ്മിയും. ചേട്ടൻ്റെ പപ്പയും മമ്മിയാണ്. അവരുടെ ഒപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുഞ്ഞുമാവൊക്കെ എടുക്കുന്നത് കണ്ടോ? പൗഡറൊക്കെ അനിയനാണ് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നത്. അതല്ലാണ്ട് ലാസ്റ്റ് എടുത്ത ഒരു ഡ്രസ്സാണ് കേട്ടോ. അന്ന് കുറേ ഡ്രസ്സ് ഞങ്ങൾ മാറി മാറി ഫോട്ടോസും വീഡിയോസും എടുത്തിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു പായയിലാണ് സെറ്റാക്കിയിട്ടായിരുന്നു നൂലുകെട്ട് ചടങ്ങുകൾ ചെയ്തിരുന്നത്. മമ്മിയാണ് ഡ്രസ്സൊക്കെ മാറ്റി സെറ്റാക്കിയിരുന്നത്. മമ്മി ഇതാണ് ഫസ്റ്റ് ഇട്ടിരുന്നത്. ഒരു വൈറ്റ് ഡ്രസ്സായിരുന്നു. മമ്മിയാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത്. അതിൻ്റെ ടോപ്പും പിന്നെ തലയിൽ ഒരു റിബൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മമ്മിയാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത്. 3 ഡ്രസ്സാണ് മമ്മി അവൾക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് വന്നിരുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാ ചടങ്ങുകളും ഞങ്ങൾ ഒരു ഇലയിൽ പാത്രത്തിൽ ചരടും കൽമഷിയും ഒക്കെ ആണ് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നൂലുകെട്ട് പരിപാടികൾ ചെയ്തു അതിൽ. പിന്നെ കുറച്ച് അവിടെ തന്നെ കുറേ ഫോട്ടോസ് അതിൽ തന്നെ എടുത്തിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. നല്ലൊരു വാശിയില്ലാണ്ട് അന്നത്തെ ദിവസം പരിപാടി അവൾ നന്ന ഭംഗിയാക്കി ചെയ്തു കിട്ടാം. ഇതൊന്നും കൽമഷി തേക്കാത്ത മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റി നൂലുകെട്ട് പരിപാടികളൊക്കെ ചെയ്ത ശേഷമാണ് കൽമഷി ഒക്കെ ഇട്ടിരുന്നത്. എൻ്റെ ഹസ്ബൻഡും കോളിൽ ഉണ്ടായിരുന്നു. ആൾ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആളും ആ കോളിൽ ഉണ്ടായിരുന്നു കാണാനായിട്ട്. ആളതിനേക്കാളും കുറച്ച് ദിവസം മുമ്പായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ മമ്മി കൽമഷിയും ഇതൊക്കെ കണ്ണെഴുതി പൗഡറൊക്കെ ഇട്ട് സെറ്റാക്കി അവളെ ഭംഗിയാക്കി. പിന്നെ വളയിടലായിരുന്നു. വള എല്ലാവരും ഓരോരുത്തരും മാറി മാറി ഇട്ടു. പിന്നെ ഒരു സംഭവം കൊടുത്തത് എനിക്ക് തോന്നുന്നു എല്ലാവരും കൊടുക്കുന്നുണ്ടാവും. പുളിയും മധുരവും ഉപ്പും ചേർത്തിട്ടൊരു മിശ്രമം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വളകൾ ഓരോരുത്തർ ഇട്ടു. അനിയത്തിയും അനിയനും എല്ലാവരും, അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും വളകളിട്ടു. കൈയൊക്കെ നിറച്ച് കുട്ടിക്ക് ഭാരം കൊണ്ട് പിടിക്കാൻ പറ്റാത്ത അത്ര വളകൾ ഇട്ടിട്ടുണ്ടാവും. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. വളമൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. അന്നത്തെ കുറച്ച് വീഡിയോസാണ് അന്ന് എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയുള്ളൂ. കാരണം അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം
എനിക്കങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അനിയനും അനിയത്തിയൊക്കെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഒന്ന് കരഞ്ഞു. വാലിടുന്ന സമയത്തൊക്കെ ഒരു അസ്വസ്ഥത കാരണം കരഞ്ഞു കുറച്ച് നേരം. പിന്നെ ആൾ ഓക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ വൈറ്റ് ഡ്രസ്സ് വെച്ചിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതായിരുന്നു 3 ഡ്രസ്സുകൾ. സൈഡിലൊരു ഗോൾഡൻ കളറിൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഈ വൈറ്റ് ഡ്രസ്സ് കഴിഞ്ഞിട്ട് ആ ഗോൾഡൻ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അതിന് ശേഷമാണ് പിന്നെ കാണുന്ന ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ടിരുന്നത്. 3 ഡ്രസ്സും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും. മമ്മിയാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത്. നല്ല ഭംഗിയിലായിരുന്നു അത് സ്റ്റിച്ച് ചെയ്തിരുന്നത്. ഇതാണ് ആ ഗോൾഡൻ ഡ്രസ്സ് കണ്ട, നല്ല പാവാടയും ഒക്കെ ആയിട്ട്. ഇത് 3ാമത്തെ ഡ്രസ്സാണ്. പിന്നെ ഞങ്ങൾ കുറേ അതിൻ്റെ ഒപ്പം ഫോട്ടോസ് എടുത്തു. അങ്ങനെ വൈറ്റ് ഡ്രസ്സ് വെച്ചിട്ടും പിന്നെ ഗോൾഡൻ ഡ്രസ്സൊക്കെ വെച്ചിട്ട് ഫോട്ടോസ് എടുത്തു. അതിനൊക്കെ ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. ഫുഡൊക്കെ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് പരിപാടികൾ അവസാനിപ്പിച്ചു. പിന്നെ കുറച്ച് ഞങ്ങൾ ഫൈനലായിട്ട് ഈ ഡ്രസ്സുകൾ വെച്ചിട്ട് തന്നെ അവളുടെ അവസാനത്തെ ഡ്രസ്സ് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമായി. അവസാനത്തെ ഡ്രസ്സാണ് കണ്ട. ഇത് നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ടോപ്പ് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇതാണ് അവസാനത്തെ ഡ്രസ്സ്. ഈ ഡ്രസ്സ് വെച്ചിട്ട് ഞങ്ങൾ അനിയത്തിയൊരു ഫോട്ടോ ഞങ്ങളുടെ ഒപ്പം എടുത്തു. അങ്ങനെ അന്നത്തെ ചടങ്ങുകൾ അവസാനിച്ചു. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ അന്നത്തെ പരിപാടി അടിപൊളിയായി. ഇനി ഞങ്ങളുടെ അടുത്ത വീഡിയോ എന്തായാലും കാണണം. അടുത്ത അപ്ഡേറ്റ്സ് ഉള്ള വീഡിയോസാണ് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോസ് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.